ഫസൽ ഞാൻ തടി കൂടിയുണ്ടോ? ഹാവ് ഐ പുട്ട് ഓൺ മൈ വെയിറ്റ്? No, you haven't. ഷോ. Yeah, sure. Have I lost my weight? യെസ് യു ഹാവ്. അപ്പൊ കണ്ടോ ഫസല് പറഞ്ഞെന്തോ ഞാൻ തടി കുറഞ്ഞിട്ടുണ്ടോ, ഞാൻ പറഞ്ഞത് ഞാൻ തടി കൂടിയിട്ടുണ്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ എങ്ങനെയാ ഇംഗ്ലീഷ് ചോദിക്കുക? അതൊക്കെ നമ്മൾ എപ്പോഴും ചോദിക്കേണ്ടി വരുന്ന സംഭവമല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് നമ്മൾ എപ്പോഴും മലയാളീസിന്റെ സ്ഥിരം പരിപാടിയാണ് ആരെങ്കിലും കണ്ടാൽ തളർക്കുക, നീ തടി കൂടിയല്ലോ, കുറഞ്ഞല്ലോ, ക്ഷീണിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ തടി കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഐ ഹാവ് ഗെയിൻഡ് വെയിറ്റ്. ഓക്കെ, ഐ ഹാവ് ഗെയിൻഡ് അല്ലെങ്കിൽ ഐ ഹാവ് പുട്ട് ഓൺ, അങ്ങനെ പറയാം. ഐ ഹാവ് പുട്ട് ഓൺ വെയിറ്റ് എന്ന് പറയാം. ഇപ്പൊ ഞാൻ 2 കിലോ കൂടിയിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് പുട്ട് ഓൺ 2 kg എന്ന് പറയും. ഓക്കെ, ഇപ്പോ ആഫ്റ്റർ കമ്മിങ് ടു UAE ഐ ഹാവ് പുട്ട് ഓൺ 2 kg. ദുബായിൽ UAE വന്നതിന് ശേഷം ഞാൻ 2 കിലോ കൂടിയിട്ടുണ്ട്. ഓക്കെ, ഐ ഹാവ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ തടി കുറഞ്ഞു. ഐ ഹാവ് ലോസ്റ്റ്. ഓക്കെ, ഐ ഹാവ് ലോസ്റ്റ് 2 kg. ഞാൻ 2 കിലോ കുറഞ്ഞു. നീ തടി കുറഞ്ഞോ എന്ന് ചോദിക്കുന്നത്, ഞാൻ തടി കുറഞ്ഞോ, ഹാവ് ഐ പുട്ട് ഓൺ വെയിറ്റ്, ഞാൻ തടി കൂടിയോ, ഹാവ് ഐ ലോസ്റ്റ് വെയിറ്റ്, ഞാൻ തടി കുറഞ്ഞോ. മനസ്സിലായോ? അത് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്, ശരിക്കും മനസ്സിലാക്കുക. അതുപോലെ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാൻ പോവാണ്. ഇപ്പൊ അവൻ നന്നായി തടിച്ചിട്ടുണ്ട്, അതെങ്ങനെയാ പറയാന്ന് നിങ്ങളിവിടെ കോമന്റ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കുന്ന. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആ സമയത്ത് നിങ്ങൾക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാം. 2 മാസത്തെ കോഴ്സ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക മാത്രമല്ല സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് 2 മാസം കൊണ്ട് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വരും. മുകളിൽ പോവാ, ബയോയിൽ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്. പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ ഫീ ആണ്. താങ്ക് യു സോ മച്ച്.